ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഇതേ കണക്കുണ്ടെങ്കിൽ അനീഷിന് എന്തെങ്കിലും കിട്ടണമായിരുന്നു. സാധാ രീതിയിലുണ്ടെങ്കിൽ ബിഗ് ബോസ് ഈ രണ്ടാമത് വരുന്നവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടത്തില്ല. അവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുള്ളൊരു പൈസ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടത്തില്ല. ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് മാത്രമേ ഇവിടെ വലിയ സമ്മാനങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ പോകുന്നൊരു കാര്യമായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു ഇതേ കണക്ക് അനീഷിനുണ്ടെങ്കിൽ ദുബായിലുണ്ടെങ്കിൽ 1 കോടിയുടെ ഫ്ലാറ്റ് കിട്ടി, ഗോൾഡൻ വിസ കിട്ടി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനീഷ് തന്നെ അത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അത് ചുമ്മാ ആൾക്കാരുണ്ടാക്കി പറയുന്നുള്ളൊരു കാര്യമാണെന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഉണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇതേ കണക്ക് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിന് 10 ലക്ഷം കൊടുക്കുന്നതെന്നായിരുന്നു പറഞ്ഞത്. ഇതുവരെ കൊടുത്തിട്ടില്ല, ഇനിയാണ് കൊടുക്കാൻ പോകുന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അനീഷിനും കുറച്ച് പൈസയുടെ ആവശ്യം തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇതേ കണക്കത്തുള്ളൊരു സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആൾക്കും പൈസ കൊടുക്കുന്ന നല്ലൊരു ബെറ്റർ കാര്യം തന്നെയാണ്. ഇനി 10 ലക്ഷം തന്നെയാണോ അതോ അതിൽ കൂടുതൽ കൊടുക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹവും അനീഷ് നിൽക്കുന്ന ഒരു ഫോട്ടോ എന്തായാലും വെളിയിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.